മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ജനസാഗരം. സംസ്കാരം നാളെ വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. തൃശൂരിന്റെ സമരപഥങ്ങളിൽ നിന്നും ആവേശമായി വി.എസ്. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിൽ ശ്രദ്ധാലുവായ വ്യക്തിത്വത്തിനുടമയായിരുന്നു വി.എസ്. ജില്ലയിൽ രണ്ടിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 2 മരണം. തളിക്കുളത്ത് ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മാള അഷ്ടമിച്ചിറയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി. 2 കൊമ്പന്മാർക്കും പരിക്ക്. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാട് പിടിച്ച പവർലൂം വളപ്പിന് ശാപമോക്ഷം. സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായിരുന്ന പറമ്പ് കളിക്കളമാക്കി മാറ്റി പ്രദേശവാസികൾ. ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് കരാറായി. നമസ്കാരം. വാർത്തകൾ വിശദമായി. വി.എസ്. അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പ്രിയ നേതാവിന് തലസ്ഥാന നഗരി വിട നൽകി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ പതിനായിരങ്ങളാണ് പ്രിയപ്പെട്ട നേതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഗവർണർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് രാവിലെ 9 ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനം 2 മണിയോടെയാണ് അവസാനിച്ചത്. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് വി.എസിന്റെ മൃതദേഹം ഹാളിന് പുറത്തേക്ക് എത്തിച്ചത്. നാളെ രാവിലെ 10 മണിയോടെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകമൊരുക്കിയ പന്തലിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും. തൃശൂരിന്റെ സമരപഥങ്ങളിൽ എന്നും ആവേശമായിരുന്നു വി.എസ്. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. വിദ്യാർത്ഥി യുവജന തൊഴിലാളി സമരങ്ങളിൽ ജില്ല ഇളകിമറിയുമ്പോൾ വി.എസ്. അച്യുതാനന്ദൻ ഓടിയെത്തുമായിരുന്നു. 1970കളിൽ മുക്കാട്ടുകര നെല്ലങ്കര പ്രദേശത്തെ കർഷക തൊഴിലാളി സമരഭൂമിയിൽ വി.എസ്. എത്തിയതോടെയാണ് സമരം ഒത്തുതീർപ്പായത്. 82ൽ ഡിവൈഎഫ്ഐയുടെ കളക്ടറേറ്റ് മാർച്ചിന് നേരെ പോലീസ് വെടിവയ്പും ലാത്തിചാർജും നടത്തിയപ്പോൾ വി.എസ്. അച്യുതാനന്ദന്റെ സാന്നിധ്യമാണ് പ്രവർത്തകർക്ക് ആശ്വാസമായത്. 2002ൽ തൃശൂരിൽ ചെത്തുതൊഴിലാളികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായപ്പോൾ മർദ്ദനമേറ്റവരെ ആശുപത്രിയിലും ജയിലിലും സന്ദർശിച്ച് വി.എസ്. ലാത്തിചാർജിന്റെ യഥാർത്ഥ ചിത്രം പൊതുസമൂഹത്തെ അറിയിച്ചു. കാർഷിക സർവകലാശാല VC-ക്കെതിരെ നടന്ന സമരത്തിനും ആവേശം പകർന്നത് ഈ ജനനേതാവിന്റെ വാക്കുകൾ തന്നെ. തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അറിഞ്ഞയുടനെ വി.എസ്. ആ വീട്ടിലെത്തി. പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തി. ജില്ലയിലെ പരിസ്ഥിതി ജനകീയ സമരങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണാം. ചൊവ്വൂരിൽ സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള ആസിഡ് ഭീഷണിക്കെതിരായ സമരത്തിലും പുത്തൂർ കൈനൂരിലെ പന്നി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യ പ്രശ്നത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിനും വി.എസ്. കരുത്തേകി. ജില്ലയിലെ വികസന രംഗത്തും ആ ഭരണാധികാരിയുടെ കയ്യൊപ്പ് കാണാം. മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കിയതും പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് തുടക്കമിട്ടതുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. ഇങ്ങനെ തൃശൂരിന്റെ സമരപഥങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും വികസന രംഗത്തും എന്നും നിരന്തര സാന്നിധ്യമായ നേതാവിനെയാണ് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് TCV. CPM-ന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ വി.എസ്. അച്യുതാനന്ദൻ ഉയർത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. പാർട്ടിക്കും മീതെ വളർന്നു കഴിഞ്ഞ വി.എസ്. അച്ചടക്ക നടപടികളെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. 1964-ൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന് CPM രൂപീകരിക്കുന്നത് മുതൽ തുടങ്ങുന്നു ആ ആശയ സമരം. പിന്നീടിങ്ങോട്ട് വജ്രസൂചിയുടെ മൂർച്ചയുള്ള നിലപാടുകളിലൂടെ വി.എസ്. നയിച്ച ഉൾപാർട്ടി സമരങ്ങൾ CPM ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുയർത്തി.
60കളുടെ അവസാനങ്ങളിലെ നക്സൽ ഭീഷണിക്ക് ശേഷം CPM നേരിട്ട വലിയ ആഭ്യന്തര പ്രശ്നമായിരുന്നു 1980-ലെ ബദൽ രേഖ വിവാദം. മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും സഖ്യം വേണമെന്ന് വാദിച്ച് MP രാഘവനെ പോലെ കരുത്തനായ നേതാവ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയപ്പോൾ സധൈര്യം നേരിടാൻ മുന്നിൽ നിന്നത് VS ആയിരുന്നു. രാഘവനും കൂട്ടരും പുറത്തുപോയി CMP രൂപീകരിച്ചപ്പോഴും പാർട്ടിയെ ഉള്ളുലയാതെ കാത്തതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല. VSന്റെ തെരഞ്ഞെടുപ്പ് ജയവും തോൽവിയുമെല്ലാം CPM വിഭാഗീയതയുടെ ചുവന്ന മഷിയിൽ ചാലിച്ചെഴുതിയ ചരിത്രം തന്നെയാണ്. പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുമെന്ന ശൈലി തന്നെ കേരള രാഷ്ട്രീയത്തിലുണ്ടായി. 1996-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും മാരാരിക്കുളത്തെ അപ്രതീക്ഷിത തോൽവി ആ വഴിയടച്ചു. ഒടുവിൽ 2006-ലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് VS എത്തുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ ഉൾപാർട്ടി പോരാട്ടങ്ങളുടെ ഭൂമികയായിരുന്നു അദ്ദേഹത്തിന്. 1998-ലെ പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് CITU വിഭാഗത്തെ നേരിട്ടത്. മലപ്പുറം സമ്മേളനമായപ്പോഴേക്കും പാർട്ടി VS പിണറായി പക്ഷങ്ങളായി കേന്ദ്രീകരിക്കുന്നതും കേരള രാഷ്ട്രീയം കണ്ടു. പിന്നീട് ഇങ്ങോട്ട് VS ഒരു വഴിക്കും പാർട്ടി മറ്റൊരു വഴിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. പരസ്യമായ ഏറ്റുമുട്ടലുകൾ പാർട്ടി അച്ചടക്കത്തിന്റെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചു. 2007-ൽ VSനെയും പിണറായിയെയും PBയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സമരസപ്പെടാത്ത സമരവീര്യവുമായി വീണ്ടും VS പാർട്ടിയെ വെല്ലുവിളിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നിലപാടിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ച് KK രമയെ സന്ദർശിച്ച VS CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയി തന്റെ വഴി വ്യത്യസ്തമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അച്ചടക്ക ലംഘനത്തിന് നിരവധി തവണ പാർട്ടി നടപടി ഏറ്റുവാങ്ങിയെങ്കിലും അതൊന്നും തുടർ പോരാട്ടങ്ങളെ തടഞ്ഞില്ല. ഒടുവിൽ ഒരു നൂറ്റാണ്ടിന്റെ സമര പോരാട്ട ചരിത്രങ്ങളുടെ ചെങ്കനലോർമ്മയായി ആ വിപ്ലവ നക്ഷത്രം വിടവാങ്ങുമ്പോൾ ജനലക്ഷങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവായി കണ്ണും കരളുമായി VS എന്ന രണ്ടക്ഷരം എന്നും ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് TCV. ഭരണാധികാരിയായിരിക്കെ ഏതു വിഷയങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്ന് തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു VS. താൻ എന്തിനു വേണ്ടി സമരം ചെയ്തുവോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് 2006-ൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ VS ചെയ്തത്. 2008-ൽ നെൽവയൽ തണ്ണീർത്തട നിയമം കൊണ്ടുവന്നു. നെൽവയൽ നികത്തുന്നതിന് നിയമപരമായി നിരോധിച്ച സമയം 2002-2005 കാലത്താണ് കേരളത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വ്യാപനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. അതിന് നെടുനായകത്വം വഹിച്ചതും VS ആയിരുന്നു. 2006-ൽ അധികാരത്തിൽ വന്നപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വ്യാപനത്തിനു വേണ്ടി ഏറെ കാര്യങ്ങൾ അദ്ദേഹം തുടർന്നും ചെയ്തു. പ്രതിപക്ഷ നേതാവായിരിക്കെ സ്മാർട്ട് സിറ്റിക്കെതിരെ പ്രക്ഷോഭം നടത്തിയ VS മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം ആ കരാർ പൊളിച്ചെഴുതുകയായിരുന്നു. സംസ്ഥാനത്തിന് ഗുണകരമല്ലാത്ത പല പദ്ധതികൾക്കുമെതിരെ VS ശബ്ദമുയർത്തി. എതിരാളികൾ വികസന വിരോധിയെന്ന മുദ്രകുത്തി. UDFന്റെ സൂപ്പർ ഹൈവേ പദ്ധതിക്കെതിരെയും കടുത്ത നിലപാടെടുത്തു. കൊച്ചി മെട്രോ എന്ന സ്വപ്നം VSന്റേതു കൂടിയായിരുന്നു. മുഖ്യമന്ത്രിയായപ്പോൾ അതിനുള്ള നീക്കങ്ങളും VS നടത്തി. വികസനവും സുസ്ഥിര വികസനവും എന്താണെന്ന് VS ജനതയെ പഠിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് TCV. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു VS ഉണ്ട് ചന്ദ്രാപിന്നിയിൽ. ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ 3.5 വയസ്സുകാരൻ VS അച്യുതനാണ് ആ ജൂനിയർ VS. VS ജനിച്ച ഒക്ടോബർ 20-ന് തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം. കുഞ്ഞിനെന്ത് പേരിടുമെന്ന ചർച്ചകളിൽ അമ്പിളിയുടെ മകൾ ഐഷ മുന്നോട്ട് വെച്ച ഒരേ ഒരു നിബന്ധന പേര് മലയാളിത്തം നിറഞ്ഞതായിരിക്കണം എന്നതായിരുന്നു. ഒടുവിൽ അച്യുതൻ എന്നാകാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പേര് എന്ത് ഇടണം എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ എൻ്റെ മകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഒരു പേരിനൊരു മലയാളിത്തം വേണമെന്നാണ് അവൾ പറഞ്ഞത്. വേലം പറമ്പിൽ എന്നാണ് അവരുടെ വീട്ടുപേര്. ശ്യാംകുമാർ VS അച്യുതനായി 100 വർഷം തികഞ്ഞ പിറന്നാളിൻ്റെ ഒരു ആശംസ പത്രങ്ങൾ കണ്ടപ്പോൾ അതിൽ ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കണ്ടത് VSൻ്റെ. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ധീരനായ പോരാളിയാണ് VSൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ പേരിനോട് ആ ജന്മദിനോടൊക്കെ സാമ്യമുണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം അഭിമാനമാണ് നമുക്ക് ഉള്ളത്. തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിന്റെ ആദ്യ അക്ഷരമായ എസും വീട്ടുപേരായ വേലം പറമ്പിലും കൂടി ചേർത്തപ്പോൾ അച്യുതന്റെ ഇനീഷ്യൽ അങ്ങനെ VS അച്യുതനായി.
TCV കയ്പമംഗലം. അശരണർക്കെന്നും അത്താണിയായിരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് NK അക്ബർ MLA അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ നാൾവഴികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ആവേശവും മാതൃകയുമാണെന്നും MLA പറഞ്ഞു. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. സഖാവ് VS അച്യുതാനന്ദൻ CPIM-ന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാളാണ്. 1964 വലതുപക്ഷ വ്യതിയാനങ്ങൾക്കെതിരായി ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിക്കാൻ തീരുമാനിച്ച ആളുകളിൽ ഒരാൾ. എവിടെയൊക്കെ നിന്ദിതരും പ്രയാസപ്പെടുന്നവരും അതുപോലെ തന്നെ ഭരണവർഗങ്ങളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും തെറ്റായ നയങ്ങളുമെല്ലാം നിലനിന്നിരുന്നുവോ അവിടെയെല്ലാം ഓടിയെത്തിയ സഖാവ് VS. സഖാവ് AKGക്ക് ശേഷം കേരളം കണ്ട സമര നേതൃത്വമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, തെറ്റായ നയങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസിങ്ങിനും VS സന്നദ്ധമായിരുന്നില്ല. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിന്ന പുന്നപ്ര വയലാർ സമരനായകൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം എല്ലാമായിരുന്ന സഖാവ് VS-ന്റെ ജ്വലിക്കുന്ന സ്മരണകളാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്കെല്ലാം ആവേശം നൽകുന്നത്, മാതൃകയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു, ചെങ്കൊടി താഴ്ത്തുന്നു, ശിരസ് നമിക്കുന്നു. സ്നേഹമൊഴുകുന്ന കടല് പോലെയാണ് VS-ന്റെ മനസ്സെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ. കുടുംബവുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെന്നും T. ശശിധരൻ അനുസ്മരിച്ചു. VS-മായിട്ടുള്ള ഒരു 3 പതിറ്റാണ്ടുള്ള ബന്ധമാണ്. DYFIയുടെ മാള ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് മുതലുള്ള വളരെ അകന്നുള്ള അടുപ്പം, പിന്നീട് ജില്ലാ സെക്രട്ടറിയായി അതിനുശേഷമുള്ള കുറേശ്ശെ അടുത്തടുത്ത് വരുന്ന അടുപ്പം, പിന്നീട് DYFI സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള അടുപ്പം, ഈ എല്ലാ അടുപ്പങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു മനുഷ്യനെന്ന് പറയുന്നത് ചെത്തിമിനുക്കി എടുത്ത ഭാഷകളോ ചതുരവടിവിലുള്ള പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ സാധാരണ ഒരു തിരുവിതാംകൂറുകാരൻ, ആ തിരുവിതാംകൂറുകാരൻ്റെ ഇഷ്ടവും ദേഷ്യവും പരിവരുത്ത സമീപനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷെ വളരെ അടുത്തടുത്തടുത്ത് അറിയാൻ കഴിയുന്നതോടുകൂടി സ്നേഹം ഒഴുകുന്ന കടൽ പോലെയായിരുന്നു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. സഹപ്രവർത്തകരോട്, കൂടെ താഴെയുള്ള സബ് ജൂനിയേഴ്സിനോട് ഉള്ളവരോടൊക്കെ കാണിക്കുന്ന കാരുണ്യവും നീതിനിഷ്ഠമായിട്ടുള്ള സമീപനവും ഇതാണ് VS-നെ ഓർത്തെടുക്കാൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധിയിൽ ഓർമ്മയും അനങ്ങാനും കഴിഞ്ഞെങ്കിൽ അനിവാര്യമായിരിക്കേണ്ട ഒരാൾ, അനിവാര്യനാണ്. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. തളിക്കുളം ഹാഷ്മി നഗർ ഫത്തഹപ്പള്ളിയുടെ സമീപം തിരുവാടത്ത് സുരേഷ് മകൻ 21 വയസ്സുള്ള സാനന്ദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ വലപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള അഷ്ടമിച്ചിറയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സ്വദേശി കോട്ടയ്ക്കകത്തുകാരൻ വീട്ടിൽ 63 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. അഷ്ടമിച്ചിറ ഭാഗത്തുനിന്ന് മാളയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആളപായം ഇല്ല. മൂന്നാർ സ്വദേശികളായ 3 സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം.
ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി. ഇരു കൊമ്പന്മാർക്കും പരിക്കേറ്റു. കൊമ്പൻ വലിയ വിഷ്ണുവാണ് രാവിലെ 9 ഇടഞ്ഞത്. മതപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണനെയാണ് കുത്തിയത്. മതപ്പാടിൽ ആനകൾക്ക് നൽകാനായി പട്ടയുമായി പോവുകയായിരുന്ന കൊമ്പൻ വലിയ വിഷ്ണു. മതപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണന് സമീപം എത്തിയ വിഷ്ണു പട്ട നിലത്തിട്ട ശേഷം ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാപ്പന്മാർ വിഷ്ണുവിനെ തളച്ചത്. ഏതാനും ദിവസം മുമ്പാണ് വിഷ്ണുവിനെ മതപ്പാടിൽ നിന്ന് അഴിച്ചത്. ഇരു കൊമ്പന്മാർക്കും കൊമ്പിന് സമീപമാണ് പരിക്കേറ്റത്. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് വലിയ വിഷ്ണു. നേരത്തെ ആനത്താവളത്തിന് മുന്നിലെ ആനപ്രതിമ വിഷ്ണു തകർത്തിരുന്നു. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമാകില്ല. ഇനി ഇവിടം കളിക്കളമാണ്. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെ കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം. പവർലൂം ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം ആയിട്ടുണ്ട്. മുൻ കൗൺസിലറും വാർഡ് വികസന സമിതി അംഗങ്ങളും കൂടി നഗരസഭയിലെ കണൽ ജീവനക്കാരും കൂടി വന്ന് അത് വൃത്തിയാക്കി ഒന്നില്ലെങ്കിൽ കളിസ്ഥലങ്ങളാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ആണ് ഈ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പവർലൂം പിന്നീട് നിന്നു പോവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് കാട് കയറി ഇവിടെ പരിസരവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവിടെ കളിക്കുവാനുള്ളൊരു കളിക്കളം ഉണ്ടാക്കുക, അല്ല എങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാം. 1 ഏക്കർ 4 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പവർലൂം വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ 1981 പ്രവർത്തനം ആരംഭിച്ച പവർലൂം ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു. പ്രവർത്തനം നിലച്ച പവർലൂം ഫാക്ടറിയും പരിസരവും കാട് കയറിയതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി. ഈയിടെയായി കുറുനരി, മലമ്പാമ്പ്, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും ഇവിടെ വന്നുകൂടിയിരുന്നു. പരിസരവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്ന കാടുപിടിച്ച സ്ഥലം ശുചീകരിച്ചത് ഇവിടുത്തുകാർക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ്. ഇവിടെ നിറച്ച് കാട് പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പന്നിയായാലും മുള്ളം പന്നിയായാലും അതുപോലെ തന്നെ പാമ്പുകളായിട്ടും ഒരിക്കലും ഇവിടെ നിന്ന് മലമ്പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട്. അത്രയും ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞ് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമാണ്. TCV കൊടുങ്ങല്ലൂർ. ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് കരാറായി. വിജയ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. റോഡിന്റെ ഗുരുതരാവസ്ഥയും കാന തകർന്നതിനാൽ വീടുകളിലേക്കും മുറ്റത്തേക്കും വെള്ളവും ചെളിയും കയറി ജനങ്ങൾ ദുരിതത്തിലാണെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ NK അക്ബർ MLA അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാനിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി കാന നിർമ്മിക്കുന്നതിന് 85 ലക്ഷം രൂപ അനുവദിച്ചത്. നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുമ സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AH അക്ബർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാനയുടെ സ്ലാബ് നിർമ്മാണം ആരംഭിച്ചതായും മഴയുടെ ഇടവേള നോക്കി കാന നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകി. റോഡ് നിർമ്മാണത്തിനായി 2.45 കോടി രൂപ അനുവദിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയതായും എത്രയും വേഗം റോഡിന്റെ നിർമ്മാണം നടത്തുമെന്നും ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു NK അക്ബർ MLA അറിയിച്ചു. TCV ന്യൂസ്, ചാവക്കാട്. ഓട്ടോറിക്ഷ ഇടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. മറ്റത്തു സ്വദേശി വിഷ്ണുവാണ് ഒളിവിൽ കഴിയുന്നതിനിടെ അറസ്റ്റിലായത്. അവിട്ടപ്പള്ളി സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ ദേവസിയാണ് അപകടത്തിൽ മരിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. അഴീക്കോട് ബീച്ചിൽ യുവാവിനെ കത്തിക്കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി അമീർ, അഴീക്കോട് സ്വദേശി അമ്രാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വെച്ച് അഹമ്മദ് ഹാബിൽ എന്ന യുവാവിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇനി കർക്കിടക സുകൃതം. കർക്കിടക മാസത്തിന്റെ ആധ്യാത്മിക പുണ്യം പകർന്നു നൽകുന്നതാണ് രാമായണ പാരായണം.
രാമ 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 രാമ. ദുരിതങ്ങൾ നിറഞ്ഞ പഞ്ഞമാസമായ കർക്കിടകത്തെ വിശ്വാസത്തിലൂന്നിയ ധാർമ്മിക മൂല്യങ്ങളിലൂടെ മറികടക്കുക എന്നതാണ് ഹൈന്ദവർ രാമായണ പാരായണത്തിലൂടെ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകമായാൽ ചിട്ട തെറ്റാതെ രാമായണ പാരായണം വ്രതശുദ്ധിയോടെ ശീലിച്ചു വരികയാണ് ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നഭീഡേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം. മനസ്സും ശരീരവും അതിലൂടെ സ്വഭവനങ്ങൾ പോലും രാമായണ പാരായണത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് വിശ്വാസം. ധർമ്മ സംരക്ഷണം എപ്രകാരമാകുന്നുവെന്ന മഹത് സന്ദേശമാണ് രാമായണം നൽകുന്നത്. രാമകഥയിലൂടെ ആ ധാർമ്മിക മൂല്യങ്ങളും അവബോധവും സമൂഹത്തിന് പകർന്നു നൽകുക എന്ന വലിയ സന്ദേശവും രാമായണ പാരായണം മുന്നോട്ട് വയ്ക്കുന്നു. അതിനാൽ രാമകഥ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഒരുപോലെ പുണ്യമാണെന്നും വിശ്വസിച്ചു പോരുന്നു. കർക്കിടക മാസപ്പിറവിയിൽ തുടങ്ങുന്ന രാമായണ പാരായണം മാസാവസാനത്തോടെ പൂർത്തിയാക്കണം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന മനസ്സുമായി കള്ളക്കർക്കിടകം കഴിഞ്ഞെത്തുന്ന സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കം കൂടിയായി മാറുകയാണ് മലയാളികൾക്ക് രാമായണ പാരായണം. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ചേലക്കര കിള്ളിമംഗലത്തിന് സമീപം സ്വകാര്യ ബസ്സും കെഎസ്ആർടിസി ബസ്സും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ കെഎസ്ആർടിസി ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കോങ്ങാട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന അരുവേലിക്കൽ എന്ന സ്വകാര്യ ബസ്സും തൃശൂരിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് പോകുകയായിരുന്ന കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സുമാണ് ഉതുവടി കള്ള് ഷാപ്പിന് മുന്നിൽ കൂട്ടിയിടിച്ചത്. 2 വാഹനങ്ങളെ മറികടന്നെത്തിയ കെഎസ്ആർടിസി ബസ് എതിരെ വന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് തയ്യാറെടുത്ത് തൃശൂർ പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തോട് ചേർന്ന് ഷവറോട് കൂടിയ പ്രത്യേക തർപ്പണക്കടവും സജ്ജമാണ്. ബലിതർപ്പണത്തിനായി എത്തുന്നവരുടെ സൗകര്യാർത്ഥം ക്ഷേത്രം ഹാളിന് പുറമെ ചടങ്ങുകൾക്കായി പ്രത്യേക പന്തലും നിർമ്മിച്ചിട്ടുണ്ട്. നിരവധി കാർമ്മികരുടെ നേതൃത്വത്തിൽ വാവുബലി ദിനത്തിൽ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ബലിതർപ്പണത്തിന് വരുന്നവർക്ക് ക്ഷേത്രത്തിന് സമീപത്തായി അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും വാഹന ഡ്രൈവർമാർക്കും മറ്റും പ്രഭാത ഭക്ഷണവും സംഘാടകർ ഒരുക്കും. ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ബലിതർപ്പണത്തിനായുള്ള മികച്ച ഒരുക്കങ്ങളും ക്ഷേത്രത്തിലെത്തുന്നവർക്കുള്ള വിപുലമായ സൗകര്യങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് MV രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബലിതർപ്പണത്തിന് നേരിട്ടെത്തിയും മുൻകൂറായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. www.bookseva.com എന്ന വെബ്സൈറ്റിലൂടെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുക. വടക്കാഞ്ചേരിയിൽ മിനി ലോറി മറിഞ്ഞ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള ഇറക്കത്തിലാണ് മിനറൽ വാട്ടറുമായി പോയ ലോറി റോഡിന് കുറുകെ മറിഞ്ഞത്. വടക്കാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കല്ലൂരിൽ പട്ടാപ്പകൽ നാടോടി സ്ത്രീകൾ മോഷണം നടത്തി മടങ്ങിയത് വീട്ടുടമയുടെ ഓട്ടോയിൽ. കല്ലൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മോഷണ സംഘത്തെ കൈയോടെ പിടികൂടി പോലീസിന് കൈമാറി. ആലങ്ങാടിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. അറക്കൽ വീട്ടിൽ രാജന്റെ വീട്ടിലാണ് മൂവർ സംഘം മോഷണം നടത്തിയത്. രാജൻ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു മോഷണം. വീട്ടിലെ വെൽഡിംഗ് സാധനങ്ങളും കീടനാശിനി പ്രയോഗത്തിനായി ഉപയോഗിക്കുന്ന ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങളും നാടോടി സ്ത്രീകൾ ചാക്കിനുള്ളിലാക്കി രക്ഷപ്പെടുകയായിരുന്നു. സാധനങ്ങളുടെ ഭാരം കാരണം ഓട്ടോ വിളിക്കാൻ ശ്രമിച്ച ഇവർക്ക് വാഹനം കിട്ടിയില്ല. അപ്പോഴാണ് ഇതുവഴി രാജൻ ഓട്ടോയുമായി എത്തുന്നത്. സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രാജൻ ഇവരുടെ പക്കലുള്ള ചാക്കുകൾ പരിശോധിച്ചപ്പോഴാണ് രാജന്റെ വീട്ടിലെ സാധനങ്ങളാണെന്ന് അറിഞ്ഞത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മൂവർ സംഘത്തെ രാജൻ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. തൃശൂർ എറണാകുളം മേഖലയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഷൊർണൂർ എറണാകുളം മെമുവിൽ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നു. നിലവിലുള്ള 12 കോച്ചുകൾ 16 വർദ്ധിപ്പിക്കുന്നത്. ഇതോടെ സ്ത്രീകൾക്കുള്ള പ്രത്യേക കോച്ചുകളുടെ എണ്ണം 2 നിന്നും 3 ഉയരും. എറണാകുളത്ത് നിന്നും ജൂലൈ 23 മുതലും ഷൊർണൂരിൽ നിന്നും വെള്ളിയാഴ്ച മുതലുമാണ് കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കുകയെന്ന് റെയിൽവേ അറിയിച്ചു. ഗുരുവായൂർ മധുര എക്സ്പ്രസ്, ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ, പാലക്കാട് എറണാകുളം മെമു, കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ കൂടി കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തൃശൂർ കോലഴി പൂവണിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പിന്റെ തകരാർ പരിഹരിച്ചു. പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകിയതോടെ റോഡ് തകരുകയും ഇവിടെ ബാരിക്കേഡ് സ്ഥാപിക്കുകയും ചെയ്തതോടെ 2 ദിവസം ഈ റൂട്ടിൽ വൻ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരെത്തി പൈപ്പിന്റെ തകരാർ പരിഹരിച്ചത്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഗീത പകർന്നു നൽകിയ ഗീതങ്ങൾ ചിട്ടയോടെ പഠിച്ച 59 പേർ കണ്ണന് മുന്നിൽ അരങ്ങേറ്റം നടത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന അഷ്ടപതിയാർച്ചന ആസ്വാദകരുടെ കണ്ണിനും കാതിനും കുളിരായി. ജന്മന ഇരുകണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ഗീതാമണിയുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചവരാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിച്ചത്. പരിമിതികളെ മറികടക്കാൻ ഗീത കണ്ടെത്തിയ വഴിയാണ് സംഗീതം. SN കോളേജിൽ നിന്ന് MA മ്യൂസിക് പാസ്സായി. ഇതോടെ ശാസ്ത്രീയ സംഗീതം വീട്ടിലിരുന്നും ഓൺലൈനായും പഠിപ്പിക്കാൻ തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ശശി നമ്പൂതിരിയാണ് അഷ്ടപതിയിലേക്ക് ചുവടുമാറാൻ പ്രേരണയായത്. അങ്ങനെ ഓൺലൈനിലൂടെ അഷ്ടപതി അഭ്യസിച്ചു. പഠിച്ച പാഠഭാഗങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ ഇവർ തയ്യാറായി. ഓൺലൈൻ ക്ലാസ്സിലൂടെ സൗദി അറേബ്യ, ദുബായ്, ബഹ്റിൻ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ വരെ ശിഷ്യഗണങ്ങളായി എത്തി. പഠനം പൂർത്തിയായ 29 പേർ കഴിഞ്ഞ ദിവസം അരങ്ങേറ്റം കുറിച്ചിരുന്നു. തുടർന്നുള്ള 59 പേരാണ് 2 വിഭാഗങ്ങളിലായി 3 മണിക്കൂർ നീണ്ട അരങ്ങേറ്റത്തിൽ പങ്കെടുത്തത്. 15 മുതൽ 70 വയസ്സുള്ളവർ വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാഴ്ചപരിമിതിയുള്ള സഹോദരൻ RLV അഷ്ടമൻ പിള്ള ഇടക്കാവാദനത്തിലൂടെ അരങ്ങേറ്റത്തിനും കൊഴുപ്പേകി. TCV ഗുരുവായൂർ. പഴയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ. കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലാണ് വീടുകൾ ചോർന്നൊലിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവനരഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 2021 ഡിസംബർ 6 തുറന്നു നൽകിയത്. ഇപ്പോൾ 30 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 10 വീടുകൾ അടഞ്ഞുകിടക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അത് അതിനിടയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് അവിടുന്ന് ആൾക്കാരും വന്നിട്ടില്ല. ഇതുവരെ ഇവിടെ കുറേ വർക്കുകളുണ്ട് ചെയ്യാൻ. ഇങ്ങനെ ഇലക്ട്രിക് ലൈന്, സൈഡ് വെള്ളം പോകാനുള്ള ഇത്, അങ്ങനെയൊക്കെ
പിന്നെ ഇതുണ്ട് എന്താ ഇലക്ട്രിസിറ്റീൻ്റെ ഇത് മാറ്റാൻ, പിന്നെ ഇത് സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ, അങ്ങനെ കുറേ ഒരാളും തിരിഞ്ഞു നോക്കില്ല ഇപ്പോൾ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബലക്ഷയം വന്ന തകർച്ചയുടെ വക്കിലെത്തി. അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തു. കെയർ ഹോമിന്റെ തൊട്ടുമുന്നിലുള്ള KSEBിയുടെ ട്രാൻസ്ഫോമർ കാട് കയറി നിൽക്കുകയാണ്. തങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് അധികാരികളെ നിരന്തരമായി അറിയിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കല്ലേപ്പാടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M. കൃഷ്ണകുമാർ ആരോപിച്ചു. ഒരു അപകടം വരുന്നതിന് മുമ്പ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല. MP രാജേഷിനും യുവർ പ്രദീപിനടക്കം നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ട്. ഇന്ന് അവരാണ് അന്വേഷിക്കാനോ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. വെള്ളക്കെട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നത്. നാലുപുറം അത്രയും ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഫ്ളാറ്റില് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. ആളില്ലാത്ത വീടുകളിൽ നിന്ന് മീറ്ററുകളും KSEB ഊരിമാറ്റിയിട്ടുണ്ട്. ഹോം കെയർ നിവാസികൾക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന. TCV ന്യൂസ്, തിരുവില്ലാമല. കർത്തവ്യ നിർവഹണത്തിലെ കൃത്യത ബീറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഡോക്ടർ അനീഷ് ശിവാനന്ദ് കണ്ടെത്തിയത് 2 മോഷണ വാഹനങ്ങൾ. ഞായറാഴ്ച റെയിൽവേയിലെ ബീറ്റ് ഡ്യൂട്ടിയായിരുന്നു തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ഡോക്ടർ അനീഷ് ശിവാനന്ദനാണ് മോഷണം പോയ ബൈക്കും ഓട്ടോറിക്ഷയും കണ്ടെത്തി യഥാർത്ഥ ഉടമകൾക്ക് കൈമാറിയത്. ഒരു ദിവസം തന്നെ 2 മോഷണ വാഹനങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തിലാണ് സിവിൽ പോലീസ് ഓഫീസറായ ഡോക്ടർ അനീഷ് ശിവാനന്ദ്. നിരവധി ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അനീഷ് ശിവാനന്ദ്. കോടതിയിൽ കീഴടങ്ങിയ കത്തിക്കുത്ത് കേസിലെ മുഖ്യപ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഓണക്കാലത്ത് കാക്കശ്ശേരിയിൽ നടന്ന വടംവലി മത്സരത്തിനിടെ ഉണ്ടായ കത്തിക്കുത്ത് കേസിലെ മുഖ്യപ്രതി നരിയാമ്പുള്ളി ഗോകുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. സംഭവത്തിന് ശേഷം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ പോയ ഗോകുൽ വിവിധ സ്ഥലങ്ങളിലായി മാറി താമസിച്ചു വരികയായിരുന്നു. അന്തിക്കാട് കുടുംബക്ഷേത്രത്തിൽ മോഷണം. അന്തിക്കാട്ടുപറമ്പിൽ രുദ്ര മഹാകാളി ഗുരുമുത്തപ്പൻ വിഷ്ണുമായ കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. ഏതാനും ദിവസം മുമ്പ് അന്തിക്കാട് മണലൂർ മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥൻ MP വർഗീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ച കേസിലാണ് നടപടി. 2ാം പ്രതിയായ പുഴയ്ക്കൽ അമലാനഗർ സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 1ാം പ്രതി പാലയൂർ കറുപ്പംവീട്ടിൽ ഫവാദിനെ നേരത്തെ കോടതി 7 മാസം 15 ദിവസം തടവിന് ശിക്ഷിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ജനസാഗരം. സംസ്കാരം നാളെ വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. തൃശൂരിന്റെ സമരപഥങ്ങളിൽ നിന്നും ആവേശമായി VS. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിൽ ശ്രദ്ധാലുവായ വ്യക്തിത്വത്തിനുടമയായിരുന്നു VS. ജില്ലയിൽ 2 ഇടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 2 മരണം. തളിക്കുളത്ത് ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മാള അഷ്ടമിച്ചെറിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി. 2 കൊമ്പന്മാർക്കും പരിക്ക്. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാടുപിടിച്ച പവർലൂം വളപ്പിന് ശാപമോക്ഷം. സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായിരുന്ന പറമ്പ് കളിക്കളമാക്കി മാറ്റി പ്രദേശവാസികൾ. ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് കരാറായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.